വിഴിഞ്ഞം തുറമുഖത്തിൽ ട്രയൽ റൺ ജൂലൈ 2-ാം വാരം നടക്കും. കണ്ടെയ്നർ നിറച്ച ചരക്കു കപ്പൽ തുറമുഖത്ത് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. അദാനി തുറമുഖ കമ്പനിയുടെ മുദ്ര തുറമുഖത്തു നിന്ന് ചരക്കു കപ്പൽ എത്തിക്കാനാണ് നീക്കം. മദർഷിപ്പിലെത്തുന്ന ചരക്ക് ഇറക്കിവെച്ച ശേഷം ചെറിയ കപ്പലുകൾ എത്തിച്ച് തിരികെ ചരക്കു കയറ്റി ട്രാൻസ്ഷിപ്മെന്റും പരീക്ഷിക്കും. കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് വഴി കാട്ടുന്നതിനായി 4 ടഗുകളും തുറമുഖത്തിനായി എത്തിച്ചിട്ടുണ്ട്. ട്രയൽ റൺ സെപ്റ്റംബർ വരെ തുടരും. അതുകഴിഞ്ഞ് ഔദ്യോഗിക ഉദ്ഘാടനം നടത്തും. ചരക്കു കപ്പൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് കസ്റ്റോഡിയൻ കോഡ് അനുമതി കിട്ടണം. ഇത് ഉടൻ ലഭിക്കുമെന്നാണ് സൂചന. സാങ്കേതികമായി ലഭിക്കേണ്ട മറ്റ് അനുമതികളും ഇമിഗ്രേഷൻ, കസ്റ്റംസ് ഓഫീസുകളും പ്രവർത്തിച്ചു തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളും അന്തിമഘട്ടത്തിലാണ്. തുറമുഖത്തെ കസ്റ്റംസ് സ്പോട്ടായി കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം അംഗീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൗകര്യം കൂടി പരിഗണിച്ചാകും ട്രയൽ റണ്ണിൽ തീരുമാനമെടുക്കുക. ട്രയൽ റണ്ണിന് വരുന്ന കപ്പലിന് വലിയ സ്വീകരണവും നൽകും. ഓണത്തിന് വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി പ്രവർത്തന സജ്ജമാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളുമായി അദാനി ഗ്രൂപ്പ് ചർച്ചയിലാണ്. തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടർ 3000 മീറ്റർ പൂർത്തിയായി. 400 മീറ്റർ ബെർത്തിന്റെ പണിയും പൂർത്തിയായിട്ടുണ്ട്. ബെർത്തിന്റെ ബാക്കി ഭാഗത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. രാജ്യത്തെ ആദ്യത്തെ തന്നെ സെമി ഓട്ടോമേറ്റഡ് ക്രെയിനുകളാണ് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചത്. തുറമുഖത്തിന്റെ 1-ാം ഘട്ടം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 600 പേർക്കും അടുത്ത 2 ഘട്ടങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ 700 പേർക്കും നേരിട്ട് തൊഴിൽ നൽകാനാണ് തീരുമാനം. കയറ്റുമതി ഇറക്കുമതി വർദ്ധിക്കുന്നതിലൂടെ കേരളത്തിലെ വ്യവസായ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം പ്രവർത്തനക്ഷമമാക്കാനുള്ള ദ്രുതഗതിയിലുള്ള നീക്കമാണ് നടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് കസ്റ്റംസ് അനുമതി നൽകിയുള്ള വിജ്ഞാപനം കേന്ദ്രം ജൂൺ 12-നാണ് പുറപ്പെടുവിച്ചത്. ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാകുന്ന തുറമുഖമായി മാറി വിഴിഞ്ഞം. ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നു. തുറമുഖ നിർമ്മാണത്തിനായി 24 യാർഡ് ക്രെയിനുകളും 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും ഉൾപ്പെടെ ആകെ 32 ക്രെയിനുകളാണ് വേണ്ടത്. ഏപ്രിലിൽ ഇവ പൂർണ്ണമായും സ്ഥാപിച്ചു കഴിയും. തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന 1.7 കിലോമീറ്റർ റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. 220 kV-യുടെയും 33 kV-യുടെയും 2 സബ് സ്റ്റേഷനുകളുടെയും നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. കപ്പലിൽ നിന്നെത്തുന്ന കണ്ടെയ്നറുകൾ ഇറക്കിവെക്കാനായി 3,80,000 ചതുരശ്ര മീറ്റർ കണ്ടെയ്നർ യാർഡാണ് നിർമ്മിക്കാനുള്ളത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 1,00,000 ചതുരശ്ര മീറ്ററോളം പണി പൂർത്തിയായി. തുറമുഖത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി 8 കെട്ടിടങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പ്രവർത്തന സജ്ജമാകുന്നതോടെ അദാനി ഗ്രൂപ്പ് ഇസ്രായേലിലെ ഹൈഫ മുതൽ കൊളംബോ വരെ സൃഷ്ടിക്കുന്ന തുറമുഖ ശൃംഖലയിലെ പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം മാറും.